ഹലോ മക്കളെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ പോകുന്നത്. എക്സാമൊക്കെ അടുത്തു, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ സെറ്റായിട്ട് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് IUPAC നെയിമിംഗ് കൊടുക്കാനാണ്. നിങ്ങൾ കുറേ ചെയ്തൊക്കെ പഠിച്ചായിരിക്കും. സോ നമ്മൾ ഒന്നുകൂടെ റിവിഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കേണ്ടത്. റൈറ്റ് ഡൗൺ ദ IUPAC നെയിംസ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. അഥവാ തീരെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ശ്രദ്ധിച്ചോ. നിങ്ങൾക്കറിയാം ഇതൊരു കൗണ്ടർ അയോൺ ആണ്. സോ കൗണ്ടർ അയോണിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് പറയും. സോ പൊട്ടാസ്യം, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മുന്നിലുള്ള കൗണ്ടർ അയോണിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് പറയും, പൊട്ടാസ്യം. ആ K3 എന്നുള്ളത് 3 പറയൂല, K മാത്രം. K3 ആയാലും K4 ആയാലും പൊട്ടാസ്യം. ദെൻ നമ്മൾ ലിഗാൻഡിൻ്റെ പേര് പറയും. ലിഗാൻഡ് കഴിഞ്ഞിട്ടേ ഇയാളുടെ പേര് പറയൂ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ പേര് പറയൂ. സോ ലിഗാൻഡ് ആരാണിത്? ഓക്സലേറ്റ് ആണ്. ഇത് ഓക്സലേറ്റ് ആണ്. എത്ര ഓക്സലേറ്റ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ പൊട്ടാസ്യം ട്രൈ ഓക്സലറ്റോ, പൊട്ടാസ്യം ട്രൈ ഓക്സലറ്റോ. പിന്നെ അയൺ, അയണിൻ്റെ പേര് അയൺ എന്നല്ല പറയാ, ഫെറൈറ്റ് എന്നാ പറയാ, ഫെറൈറ്റ്. അയണിൻ്റെ പേര് ഫെറൈറ്റ് എന്നാ പറയാ. ഇനി ചാർജ് കണ്ടുപിടിക്കണം മക്കളെ. ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾക്കറിയാം പ്പൊട്ടാസ്യത്തിൻ്റെ ചാർജ് +1 ആണ്, അയണിൻ്റെ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്സലേറ്റിൻ്റെ ചാർജ് -2 ആണ്. യെസ്, സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പൊട്ടാസ്യത്തിൻ്റെ ചാർജ് +1 × 3, സോ +3 പ്ലസ് എക്സ്. ഓക്സലേറ്റിൻ്റെ ചാർജ് -2 × 3 -6 ഈക്വൽ ടു ടോട്ടൽ ചാർജ് 0. ദെൻ x - 3 ഈക്വൽ ടു 0. ദെൻ x ഈക്വൽ ടു +3. സോ ഫെറൈറ്റിൻ്റെ ചാർജ് +3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ +3 ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. റെഡി മക്കളെ? സോ പൊട്ടാസ്യം ട്രൈ ഓക്സലറ്റോ ഫെറൈറ്റ് എന്നാണ്. എന്തുകൊണ്ടാണ് ഫെറൈറ്റ് എന്നുള്ള പേര് വന്നതെന്നൊക്കെ മക്കൾക്ക് അറിയായിരിക്കും. യെസ്, കാരണം കൗണ്ടർ അയോണിൻ്റെ ചാർജ് പ്ലസും അങ്ങനെയാണെങ്കിൽ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ചാർജ് മൈനസും ആയിരിക്കും. മൈനസ് ചാർജുള്ള കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഒക്കെ മെറ്റലിൻ്റെ പേര് കഴിയുമ്പോൾ 8 എന്നാണ് പറയാം. അപ്പോൾ ഫെറൈറ്റ്. അയൺ എന്നല്ല പറയാം, അയണൈറ്റ് എന്നല്ല പറയാം, ഫെറൈറ്റ്. ഓക്കെ, രണ്ടാമത്തിൽ കൗണ്ടർ അയോൺ ഇല്ല, പകരം സെൻട്രൽ മെറ്റൽ ആയിട്ടാണ് ഫസ്റ്റ്. പക്ഷേ നമ്മൾ ലിഗാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ലിഗാൻഡ് 1, 2, 3 ആളുകളുണ്ട്. സോ ഫസ്റ്റത്തെ NH3 ലിഗാൻഡിൻ്റെ പേരാണ് അമീൻ. 2 M ഉണ്ടാവും അല്ലേ? അമീൻ. അടുത്തത് H2O, അക്വ. അടുത്തത് Cl2, 2 Cl വന്ന ഡൈക്ലോറിഡോ അല്ലെങ്കിൽ ഡൈക്ലോറിഡോ. അമീൻ, അക്വ, ഡൈക്ലോറിഡോ. ആൻഡ് അവസാനം പ്ലാറ്റിനേറ്റ് എന്ന് വേണ്ട, പ്ലാറ്റിനം. കാരണം കൗണ്ടർ അയോൺസ് ഇല്ല. ഇയാളുടെ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് പ്ലസ്സാ. ടോട്ടൽ ചാർജ് പ്ലസ് വന്നാൽ മീൻസ് 0 ആണ്, മൈനസ് ഇല്ല. കോർഡിനേഷൻ സ്ഫിയറിന് മൈനസ് ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിനത്തിൻ്റെ ചാർജ് പ്ലാറ്റിനം എന്ന് തന്നെ, പ്ലാറ്റിനേറ്റ് എന്ന് വേണ്ട, പ്ലാറ്റിനം. ഇനി ചാർജ് കണ്ടുപിടിക്കണം. ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്ലാറ്റിനത്തിൻ്റെ ചാർജ് x, NH3ൻ്റെ ചാർജ് 0, H2ൻ്റെ ചാർജ് 0, ക്ലോറിൻ്റെ ചാർജ് ഒരാളുടെ ചാർജ് -1. അങ്ങനെ 2 ആളാവുമ്പോൾ -1 × 2 -2. ഈ -2 ക്യാൻസൽ ആയി പോവാൻ ടോട്ടൽ ചാർജ് 0 കിട്ടണ്ടേ? അപ്പോൾ എക്സിൻ്റെ ചാർജ് +2 ആയിരിക്കും. അപ്പോഴല്ലേ +2 -2 കൂടെ ക്യാൻസൽ ആയി 0 കിട്ടുക. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. പൊട്ടാസ്യം ട്രൈഓക്സലേറ്റ് ഓഫ് ഫെറൈറ്റ് ആൻഡ് അമീൻ, അക്വ, ഡൈക്ലോറിഡോ, പ്ലാറ്റിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫോർമുല ഫോർ ദി ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. താഴെ പറയുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഫോർമുല കൊടുക്കുക മക്കളെ. ടെട്രാ അമീൻ എന്ന് പറഞ്ഞാൽ NH3 4 എണ്ണം, ഡൈ അക്വ എന്ന് പറഞ്ഞാൽ H2O 2 എണ്ണം, കൊബാൾട്ട് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് ആണ്. അപ്പോൾ ഇതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട്. ദെൻ ടെട്രാ അമീൻ, കൊബാൾട്ട് എഴുതിയതിന് ശേഷം, സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതിയതിന് ശേഷം നമ്മൾ ടെട്രാ അമീൻ എഴുതുന്നു NH3 4 ടൈംസ്. ഡൈ അക്വ H2O 2 എണ്ണം എഴുതുന്നു. യെസ്. ദെൻ കൊബാൾട്ട്, ടെട്രാമീൻ, ഡൈഅക്വ, കൊബാൾട്ട്, ക്ലോറൈഡ് പുറത്താണ് Cl. എത്ര Cl ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചാർജ് കണ്ടുപിടിക്കണം മക്കളെ. കൊബാൾട്ടിൻ്റെ ചാർജ് +3 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. NH3ൻ്റെ ചാർജ് 0, H2ൻ്റെ ചാർജും 0. സോ മക്കളെ +3 ആണ് ടോട്ടൽ അതിൻ്റെ ചാർജ്. ഇതെന്തും 0 ആകുമ്പോൾ ടോട്ടൽ ചാർജ് +3 ആവും. അതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ 3 ക്ലോറിൻ വരണം, അപ്പോഴല്ലേ -3 ആവുള്ളൂ. സോ ക്ലോറിൻ്റെ എണ്ണം Cl3. യെസ്, രണ്ടാമത്തത് പൊട്ടാസ്യം ടെട്രാസയനിഡോ നിക്കലേറ്റ്. പൊട്ടാസ്യം, അപ്പോൾ ഫസ്റ്റ് പൊട്ടാസ്യം വന്നു, കൗണ്ടർ അയോൺ. ദെൻ നിക്കലേറ്റ്, അപ്പം സ്ക്വയർ ബ്രാക്കറ്റിൽ നിക്കൽ. ദെൻ ടെട്രാസയനിഡോ എന്ന് പറഞ്ഞാൽ CN4 ടൈംസ്. യെസ്. ഇനി K എത്ര ഉണ്ട് നോക്കണം. K എത്ര ഉണ്ട് നോക്കണമെങ്കിൽ ചാർജ് കൊടുക്കണം. ചാർജ് കൊടുക്കണമെങ്കിൽ നിക്കലിൻ്റെ ചാർജ് ഇതാ 2. സയനൈഡിൻ്റെ ചാർജ് -1 × 4 -4. സോ 2 - 4 ചെയ്താൽ ഇതിൻ്റെ ചാർജ് -2 കിട്ടും. ആ -2നെ ബാലൻസ് ചെയ്യണമെങ്കിൽ 2 പൊട്ടാസ്യം വരണം, +2. അപ്പോൾ K2 NiCN4 ടൈംസ്. റെഡിയേ? എങ്ങനെ മനസ്സിലായല്ലോ? -2 ആണ് ഇതിൻ്റെ ടോട്ടൽ ചാർജ്. ആ -2 ബാലൻസ് ചെയ്യാൻ വേണ്ടി പൊട്ടാസ്യം 2 എണ്ണം വരും, അപ്പോൾ +2. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ.
അസൈൻ ദ പ്രൈമറി വാലൻസ് ആൻഡ് സെക്കൻഡറി വാലൻസ് ഓഫ് ദി സെൻട്രൽ മെറ്റൽ ഇൻ NiCO4. മക്കളെ പ്രൈമറി വാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമില്ല, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. സെക്കൻഡറി വാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേഷൻ നമ്പറാണ്. അത് കിട്ടിയാൽ കിട്ടി, കഴിഞ്ഞു, ആൻസറായി. യെസ്, NiCO4 ടൈംസിൽ നിക്കലിൻ്റെ ചാർജ് എത്രയാണെന്ന് അറിയണമെങ്കിൽ മക്കളെ കൊബാൾട്ടിൻ്റെ ചാർജ് 0 ആണ്. സോറി, കൊബാൾട്ട് അല്ല, കാർബൺ മോണോക്സൈഡിൻ്റെ ചാർജ് 0 ആണ്. അപ്പോൾ Ni ചാർജും 0 ആണ്. സോ ഇതിത്തെ പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത് 0, അഥവാ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0. നിക്കലിന് ചാർജ് ഇല്ല. ഇനി കോർഡിനേഷൻ നമ്പർ അറിയണമെങ്കിൽ ഇത് യൂണിഡെൻഡേറ്റ് ലിഗാൻഡാണ്. യൂണിഡെൻഡേറ്റ് ലിഗാൻഡിൽ നിന്ന് ഒരാളടുത്ത് നിന്ന് ഒരു ബോണ്ടാണ് പോവുക. അങ്ങനെ 4 യൂണിഡെൻഡേറ്റ് ഉണ്ടെങ്കിൽ 4 ബോണ്ട് പോകും, 4 യൂണി ഉണ്ടെങ്കിൽ 4 ബോണ്ട്. സോ കോർഡിനേഷൻ നമ്പർ അഥവാ സെക്കൻഡറി വാലൻസ് 4 ആണ്. ഇതഥവാ ബൈഡെൻഡേറ്റ് ആണെങ്കിൽ ഒരാളടുത്ത് നിന്ന് 2 പോകും. അപ്പോൾ × 2 ചെയ്യണം. യൂണിഡെൻഡേറ്റ് ആയതുകൊണ്ട് എത്ര ആളുണ്ടോ അതേ × 1 ചെയ്താൽ മതി. യൂണി ആയതുകൊണ്ട് ഇവിടെ ബൈഡെൻഡേറ്റ് ആയിരുന്നെങ്കിൽ എത്ര ആളുണ്ടോ × 2 ചെയ്യണം. യെസ്, റെഡി. സോ സെക്കൻഡറി വാലൻസും ഓക്കെ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഫോർ ഒക്ടൈഡൽ ഡെൽറ്റ ഒ ആൻഡ് ഡെൽറ്റ ടി. ഡെൽറ്റ ഒയും ഡെൽറ്റ ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ ഇതാ, സി ഡെൽറ്റ ടി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. നോട്ട് ചെയ്ത് വെച്ചോ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 4/9 ഡെൽറ്റ ഒ ആണ്. 5th ക്വസ്റ്റ്യൻ, ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ആൻ ഒക്ടാഹീഡ്രൽ ഫീൽഡ് ഓഫ് ലിഗാൻഡ്സ്. അയ്യോ, ഡി ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിംഗ് കാണിക്കണം. നിങ്ങൾക്കറിയാം ഡി ഓർബിറ്റലിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് 5 എണ്ണമാണ്. നിങ്ങൾക്കറിയാം DXY, DYZ, DX²Y². സോറി, DXZ ഉണ്ടല്ലോ, വെയിറ്റ് DXZ, then DX²Y², then DZ². ഇങ്ങനെ 5 ആളാണല്ലോ. ആദ്യം ഇതൊന്ന് ആവറേജ് എനർജി ആയിട്ട് ജസ്റ്റ് എനർജി ഒന്ന് കൂടും, എല്ലാവരുടെയും എനർജി ഒന്ന് കൂടും, ആവറേജ് എനർജി എന്ന് വിളിക്കും. ലോവർ എനർജിയിൽ നിന്ന ആളുകൾ ആവറേജ് എനർജിയിലെത്തും, കുറച്ച് എനർജി ഒന്ന് കൂടും. അങ്ങനെ കുറച്ച് എനർജി കൂടി കുറച്ച് മുകളിലെത്തുന്ന ഇവർ ഇതാ 5 പേര് മുകളിലെത്തി. ദെൻ ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ഇവരങ്ങ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയിട്ട് ആദ്യത്തെ ടീം ഇതാ താഴെ 3 ആളും പോകും, മുകളിൽ 2 ആളും പോകും. താഴെ പോയ ടീമിനെ T2G എന്ന് വിളിക്കും, മുകളിൽ പോയ ടീമിനെ EG എന്ന് വിളിക്കും. T2Gയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? DXY, DYZ, DXZ. EGയിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? DX²Y², DZ². ഇതാണ് ഒക്ടാഹീഡ്രൽ ഫീൽഡിലുള്ള ഡി ഓർബിറ്റലിൻ്റെ സ്പ്ലിറ്റിംഗ്. 5 ഓർബിറ്റൽ ഉണ്ടായിരുന്ന ആൾ ലിഗാൻഡിന്റെ പ്രസൻസിൽ 3ഉം 2ഉമായിട്ട് മാറി. ഇവർക്കിടയിലുള്ള എനർജി ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ ഒ. റെഡി? യെസ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്? ഈ എന്നൊരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണോ? അല്ല, ആംബിഡെൻഡേറ്റ് ആണ് ചോദിച്ചത്. 2 എലമെന്റ്സിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് അല്ല, ഇതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. EDTA ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, ഒരുപാട് ഇലക്ട്രോൺസിനെ കൊടുക്കും. ഓക്സലേറ്റ് ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, 2 പെയർ ഇലക്ട്രോണിനെ കൊടുക്കും. SCN- ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. കാരണം SCN- സൾഫറിനും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, നൈട്രജനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നൈട്രജൻ ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ NCS- എന്നാണ് എഴുതുക. ഒരു ലിഗാൻഡ് തന്നെ 2 എലമെന്റിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അറ്റ് എ ടൈം ഒരാളെ കൊടുക്കുകയുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ ഡെൻസിറ്റിയോ ആരാണ് അയാൾ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പെയർ ഇലക്ട്രോൺ കൊടുക്കും? NO2- ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്, പക്ഷെ അത് യൂണിഡെൻഡേറ്റാണ്, ഒറ്റ പെയറേ കൊടുക്കുകയുള്ളൂ. NH3 ഒരു യൂണിഡെൻഡേറ്റ് ലിഗാൻഡാണ്. നിങ്ങൾക്കറിയാലോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ ബൈഡെൻഡേറ്റ് ആയിട്ട് പഠിക്കാനുള്ള 2 ആളുള്ളൂ. ഒന്ന് EN-ഉം ഒന്ന് C2O4 2-. ഇവർ മാത്രമേ ബൈഡെൻഡേറ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോളിഡെൻഡേറ്റ് ലിഗാൻഡ് EDT ആണ്. ഇതല്ലാത്ത ഈ 3 അല്ലാത്ത എല്ലാവരും യൂണിഡെൻഡേറ്റാണ്. സോ യൂണിഡെൻഡേറ്റ് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പെയർ കൊടുക്കും. അപ്പോൾ ഡെൻസിറ്റി എത്രയാണ്? 1. ഡെൻസിറ്റി പറഞ്ഞാൽ എന്താ? എത്ര ഇലക്ട്രോൺ പെയർ കൊടുക്കുമെന്നാണ് ചോദ്യം. സോ NO2-ൻ്റെയും NH3-യുടെയും ഡെൻസിറ്റി 1 ആണ്. അഥവാ EN-ൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 2, EDTA-ൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 6. EDTA പോളിയാണ്, അതിൽ 6 എണ്ണമാണ് ഇയാൾ കൊടുക്കുക. 6 ഇലക്ട്രോൺ പെയറാണ് ഇയാൾ കൊടുക്കുക. 8th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് VBT ദാറ്റ് NiCN4 2- is square planar while NiCO4 2- is tetrahedral. മക്കളെ, നിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണ്. നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28, പക്ഷേ ഈ നിക്കലിൽ ഇവിടെ -4 വരുന്നു. അപ്പോൾ ഇവിടെ +2 വന്നാലല്ലേ ടോട്ടൽ ചാർജ് മൈനസ് ആവുള്ളൂ. സോ നിക്കലിൻ്റെ ചാർജ് ഇവിടെ +2 ആണ്. ഈ കോമ്പൗണ്ടിൽ നിക്കലിൻ്റെ ചാർജ് +2 ആണ്. അങ്ങനെയാണെങ്കിൽ +2 വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ആർഗൺ
3D8 4s2 എന്നല്ലേ നിക്കലിൻ്റെ സാധാരണ കോൺഫിഗറേഷൻ. പക്ഷേ അതിൽ 4s നിന്ന് 2 പോയില്ലേ, 4s നിന്ന് 2 പോയി 4s0 ആയി. അപ്പോഴല്ലേ നിക്കൽ ആർഗൺ 3D8 ആവുക. സോ മക്കളെ ആർഗൺ കഴിഞ്ഞ് 3D8 വെയിറ്റ് യെസ് 3D8 ഇതാ 1 2 3 4 5 3D8 ആണ് 1 2 3 4 5 6 7 8. ദെൻ അവിടെ 4s0 ഉണ്ട്. സോ ഞാൻ 4s കൂടി എടുത്തു. 4pയും കൂടെ വേണമെങ്കിൽ എടുക്കാം. 4s0 ഉള്ളതുകൊണ്ട് 4pയും വരും, 4p0യും കൂടി എടുക്കാം. 4s അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട്, 4sൽ ഇലക്ട്രോൺ ഇല്ലെങ്കിലും 4s അവിടെ ഉള്ളതുകൊണ്ട് 4p ഉണ്ടാവും. 4sലും 4pയിലൊന്നും ആളില്ല. ദെൻ വരുന്ന ലിഗാൻഡ് ആരാ? ഫസ്റ്റ് കോമ്പൗണ്ടിൽ സയനൈഡ് ആണ്. സയനൈഡ് ഈസ് എ സ്ട്രോങ് ലിഗാൻഡ്. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇയാൾ പെയറാവും, ഇലക്ട്രോൺസ് പെയറാവും. പെയറായി കഴിഞ്ഞാൽ നോക്കിക്കേ, പെയറായി കഴിഞ്ഞാൽ ഇവരിതാ 1 2 3 4 5 6 7 8 ഇങ്ങനെ പെയറായിട്ട് മാറി. ബാക്കി 4s0 4p0 ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കി ഒഴിഞ്ഞ ഓർബിറ്റലിലേക്കാണ് നമ്മുടെ സയനൈഡ് വരുന്നത്. ഇവിടേക്ക് സയനൈഡ് വരും, ഇവിടേക്ക് സയനൈഡ് വരും, ഇവിടേക്ക് സയനൈഡ് വരും, ഇവിടേക്ക് സയനൈഡ് വരും. സയനൈഡ് മോളിക്യൂൾസ് വരും, അയോൺസ് വരും, CN- CN- CN 4 സ്ഥലത്തേക്ക് വരും. അപ്പോൾ സയനൈഡ് ഉപയോഗിച്ച കോൺഫിഗറേഷൻ എന്തൊക്കെ? D, ഇതോ S, ഇതോ P2. മക്കളെ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് ഒരു കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അയാൾ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ നോക്കി പറയാൻ പറ്റുമല്ലോ നമുക്ക്. DsP2 ആണ് ഒരാളുടെ ഹൈബ്രിഡൈസേഷൻ എങ്കിൽ അയാൾ സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ ഇതിപ്പോൾ NiCN ഇത്രയും ഞാൻ ചെയ്തത് NiCN4 2- അല്ലേ? ഇത്രയും ഞാൻ ചെയ്തത് NiCN4 2- ഇതേ ക്വസ്റ്റ്യൻ NiCl4 2- ആകുമ്പോൾ ഈ ഇലക്ട്രോൺസ് പെയർ ആവില്ല. ഇലക്ട്രോൺസ് പെയർ ആവാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. 1 പെയർ ആവില്ല എന്ന് പറഞ്ഞാൽ 8 ഉള്ളത് ഓൾറെഡി പെയർ ആവും. ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്നവർ പെയർ ആവില്ല. ഇവർ രണ്ടുപേരും പെയർ ആവില്ല. കാരണം എന്താ? ക്ലോറിൻ എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പെയർ ആവില്ല. അവർ പെയർ ആവാണ്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ 4sഉം 4pയും ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സയനൈഡിന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇവിടെ വരാൻ പറ്റുമോ? പറ്റൂല. ഇവിടെ വരാൻ പറ്റുമോ? പറ്റൂല. കാരണം അവിടെ ഓൾറെഡി ഒരാളുണ്ട്. സയനൈഡ് വരുമ്പോൾ ഒരു ഇലക്ട്രോൺ പെയറും കൊണ്ടാണ് വരിക. അപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. പിന്നെ സയനൈഡ് ഇങ്ങോട്ടാണ് കയറുക. കാരണം ഇവർ പെയർ ആയിട്ടില്ല. സോ സയനൈഡ് ഇങ്ങോട്ട് കയറും, ഇങ്ങോട്ട് കയറും, ഇങ്ങോട്ട് കയറും. സോ കോൺഫിഗറേഷൻ എന്താ? ഇത് S ആണ്, ഇത് 3p ആണ്, sp3. മക്കളെ sp3 വന്നാൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ടെട്രാഹിഡ്രൽ ആണ്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് NiCl4- ടെട്രാഹിഡ്രലും NiCN4 2- രണ്ടിലും സയനൈഡ് 4 ക്ലോറിൻ 4 രണ്ടിലും 4 ആളാണ്. പക്ഷെ ഒന്ന് സ്ക്വയർ പ്ലാനാറും ഒന്ന് ടെട്രാഹിഡ്രലും ആവാൻ കാരണം ഒന്നിൽ സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് വന്നപ്പോൾ ഇലക്ട്രോൺസ് പെയറായി, DsP2 കിട്ടി. മറ്റതിൽ വീക്ക് ലിഗാൻഡാണ്, അപ്പോൾ ഇലക്ട്രോൺസ് പെയറായില്ല, അപ്പോൾ sp3 ആയി. sp3 ആവുമ്പം ഷേപ്പ് ടെട്രാഹിഡ്രൽ. DsP2 ആവുമ്പോൾ ഷേപ്പ് സ്ക്വയർ പ്ലാനാർ. വെരി സിമ്പിൾ. നേരത്തെ ക്വസ്റ്റ്യൻ Many theories have been on the basis of valence bond theory account for the diamagnetic behavior of NiCN4 2-. NiCN4 2- ഒരു ഡയാമാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കുന്നു. അതിന് നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ സഹായിക്കും. കാരണം NiCN4 2- നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കിയേ, NiCN4 2- എല്ലാ ഇലക്ട്രോൺസും പെയറായിട്ട് നിൽക്കുന്നുണ്ടോ? ഇനി സയനൈഡിൻ്റെ ഒക്കെ ആണെങ്കിൽ പെയറാണ്. ഇവരൊക്കെ പെയറാണ്. അങ്ങനെ എല്ലാ ഇലക്ട്രോൺസും പെയർ ആണെങ്കിൽ നമ്മൾ ആ കോമ്പൗണ്ടിനെ വിളിക്കും ഡയാമാഗ്നറ്റിക്. സോ NiCN4 2- ഈസ് എ ഡയാമാഗ്നറ്റിക്. പക്ഷേ നമ്മുടെ NiCl4 കണ്ടോ ഇലക്ട്രോൺസ് അൺപെയർ ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇയാൾ ഒറ്റക്ക് നിൽക്കുന്നുണ്ടോ? ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ആ കോമ്പൗണ്ട് അപ്പോൾ എന്തായിരിക്കും മക്കളെ? NiCl4 2- എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒറ്റക്ക് നിൽക്കുന്നുണ്ടോ? അവിടെ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ആ പോയിന്റ് കൂടി പഠിച്ചല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് കാണിച്ചത് മനസ്സിലായല്ലോ? സ്ട്രോങ് ലിഗാൻഡ് വന്നു. സ്ട്രോങ് ലിഗാൻഡ് വന്നപ്പോൾ ഇലക്ട്രോൺസ് പെയറായി. ഇലക്ട്രോൺസ് പെയർ ആകുമ്പോൾ ഡയാമാഗ്നറ്റിക്. വീക്ക് ഫീൽഡ് അപ്പോൾ ഇലക്ട്രോൺ പെയർ ആയില്ല, അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ വന്നു, പാരാമാഗ്നറ്റിക്. ദെൻ B ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ലിഗാൻഡ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഫീൽഡ് സ്ട്രെങ്ത്. മക്കളെ സ്പെക്ട്രോകെമിക്കൽ സീരീസിൻ്റെ വെച്ചിട്ട് ഇതിനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ഫീൽഡ് സ്ട്രെങ്ത്. നിങ്ങൾക്കറിയാം സ്പെക്ട്രോകെമിക്കൽ സീരീസിന് ഇബ്രാഹിം സയൻസ് ക്ലാസ്സിൽ ഫാൻ ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞ ട്രിക്ക് ഉണ്ട്. അയഡിൻ I-, Br-, ഇബ്രാഹിം സയൻസ് ക്ലാസ്സിൽ SCN- എന്നൊക്കെ പറഞ്ഞിട്ട് Cl-. എനിവേ ഇക്കൂട്ടത്തിൽ ഹാലോജനെ കണ്ട ഹാലൈഡുകൾക്കായിരിക്കും ഏറ്റവും കുറവ് ഫീൽഡ് സ്ട്രെങ്ത്. ഇൻക്രീസിംഗ് ഓർഡറിലല്ലേ പറഞ്ഞത്? ഏറ്റവും കുറവ് ഹാലൈഡുകൾക്കായിരിക്കും. ഇനി COCl- കാർബൺ മോണോക്സൈഡ്. CO കേട്ടാൽ തന്നെ അറിയാം, കാർബൺ മോണോക്സൈഡ് വിഷം. Cl- സയനൈഡ്, ഇതൊക്കെ 1 സ്ട്രോങ് ലിഗാൻഡാണ്. അപ്പോൾ ഇയാളായിരിക്കും ഏറ്റവും അറ്റം. ഇനി H2O OH-. H2 ഏകദേശം മിഡിൽ വരുന്ന ആളാണ്. OH- അതിനും മുമ്പ് വരുന്ന ആളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ: Cl- OH- H2O CO. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ.
Last and final question, 10th question. The octahedral complex PTEN twice Cl2 plus exhibits two geometrical isomers. Draw the geometrical isomers. ഈ കോമ്പൗണ്ടിന്റെ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എഴുതാനാണ് പറയുന്നത്. മക്കളെ EN ട്വൈസ് EN രണ്ടെണ്ണമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം EN ട്വൈസ് എന്നാൽ EN എന്ന് പറഞ്ഞാൽ ബൈഡൻഡേറ്റാണ്. അപ്പോൾ ഒരു EN-ന് 2 ബോണ്ട് വേണം. അപ്പോൾ 2 EN-ന് 4 ബോണ്ട് വേണം. വേണ്ടേ ഒരു EN-ന് 2 ബോണ്ട് വേണം, കാരണം ബൈഡൻഡേറ്റാണ്. അപ്പോൾ 2 EN-ന് 4 ബോണ്ട് വേണം. പിന്നെ ക്ലോറിൻ യൂണിഡൻഡേറ്റ, അതിന് 2 ബോണ്ട് മതി. സോ 2 EN-ന് 4 ബോണ്ടും 2 ക്ലോറിന് 2 ബോണ്ടും ടോട്ടൽ 6 ബോണ്ട് വരണം PT-യുടെ ചുറ്റും. സോ PT വരയ്ക്കുമ്പോൾ ചുറ്റും 6 ബോണ്ട്. 1 2 3 4 5 6 6 ബോണ്ട് വരച്ചു. ഇനി അതിൽ ഒരാൾ ആരായിരിക്കും? 2 പേര് EN ആയിരിക്കും. EN ഞാൻ ഇവിടെ കൊടുത്തു, EN ഞാൻ ഇവിടെ കൊടുത്തു. കാരണം ഒരു EN-ന് 2 ബോണ്ട്, ഒരു EN-ന് 2 ബോണ്ട്. ഈ 2 റെഡിൽ പോയ ബോണ്ടും EN എന്നാണ്. EN എന്ന് പോയ 2 ബോണ്ടുകൾ കാണിച്ചു. ഇനി ഇവിടെ ഒരു CL-ഉം ഇവിടെ ഒരു CL-ഉം. മക്കളെ ഇത് സിസ് ആണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ് നമുക്ക് വരക്കാം. ഇതാണ് ജോമെട്രിക്കൽ ഐസോമേഴ്സിൽ സിസ്. ഇനി എങ്ങനെ ട്രാൻസ് വരയ്ക്കുക? ഇതേപോലെ PT എഴുതുക. 1 2 3 4 5 6. CL-ഉം ഓപ്പോസിറ്റ് കൊടുക്കുക. EN-ന് 2 ബോണ്ട് ഉണ്ട്, 2 ബോണ്ട്. EN-ന് 2 ബോണ്ട് ഉണ്ട്, 2 ബോണ്ട്. ഇത് സിസ് ആണെങ്കിൽ ഇത് ട്രാൻസ്. ഇനി എന്താ ചോദ്യം? വിച്ച് എമംഗ് ദീസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്? മക്കളെ ട്രാൻസ് എപ്പോഴും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ ട്രാൻസ് എപ്പോഴും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആരാന്ന ചോദ്യം? അത് സിസ് ആണ്. ട്രാൻസിന് ഒരിക്കലും മിറർ ഇമേജ് തരാൻ കഴിയില്ല. സോ ട്രാൻസ് എപ്പോഴും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫോർ യു. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഈ 11th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നിങ്ങളുടെ കമന്റ് ഇടുക. എത്ര പേര് ശരിയാക്കും നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ കോർഡിനേഷൻ കോമ്പൗണ്ട് വിച്ച് ക്യാൻ എക്സിബിറ്റ് ലിങ്കേജ് ഐസോമറിസം എമംഗ് ദ ഫോളോയിങ്. ലിങ്കേജ് ഐസോമറിസം ഈ 4 എണ്ണത്തിൽ ആരാണ് കാണിക്കുക? ലിങ്കേജിന്റെ ക്ലൂ ഇതാണ്. ലിങ്കേജ് ഐസോമറിസം കാണിക്കണമെങ്കിൽ അതിൽ ആംബിഡെന്റ് ലിഗാൻഡ് വേണം എന്ന സത്യം നിങ്ങൾക്കറിയാം. എങ്കിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കൂ. യെസ്, മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് ഇതേപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.